ചിത്തിരയായിരുന്നു. നമ്മൾ രാവിലെ പിള്ളേർക്കൊന്നും സ്കൂളിൽ പോകണ്ടാത്തതുകൊണ്ട് രാവിലെ എണീറ്റ് ചാണകം കുളിച്ചിട്ട് അങ്ങ് മെഴുകാന്ന് വിചാരിച്ചു. അങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിന്റെ തൊട്ടടുത്ത് ഗൗരി ഇരിപ്പുണ്ട്. ഇതിലൊന്നും തൊടത്തില്ല, ഞങ്ങൾക്ക് ഇതൊക്കെ അലർജിയാണെന്നാണ് പറയുന്നത്. കണ്ണനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോഴത്തേക്ക് പൂവില്ലടാ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് നമുക്ക് അപ്പുറത്തെ വീട്ടിൽ പോയി മോഷ്ടിക്കാം എന്നും പറഞ്ഞ് ആദ്യം പോയി അവൻ നോക്കുന്നത് അവിടെ ആരെങ്കിലും നിപ്പുണ്ടോന്നാ. അവിടെ ഒരു കോളാമ്പി പോലത്തെ ഒരു മഞ്ഞപ്പൂ ഉണ്ട് കേട്ടാ, അത് പിച്ചിക്കൊണ്ട് വരാമെന്നും പറഞ്ഞാണ് ഈ പോകുന്നത്. അവിടെ അതിനു വേണ്ടിയൊന്നും ഇല്ല, ഇങ്ങോട്ട് നിൽക്കുന്നതിനകത്ത് ഒരെണ്ണം പിച്ചാം എന്നും പറഞ്ഞ് പോയി. അപ്പൊ ദേ ആ മഞ്ഞപ്പൂ ഒഴിച്ചു കൊണ്ടുവന്ന് ഇതാണ് ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച മഞ്ഞപ്പൂ. അപ്പൊ ആ മഞ്ഞപ്പൂവിനെ എടുത്ത് നടുക്ക് കുത്തി വെച്ച്, കാരണം രണ്ടെണ്ണേ കിട്ടുള്ളൂ, രണ്ടെണ്ണോട്ട് എവിടെ വെക്കാൻ, അപ്പൊ പിന്നെ നടുക്ക് തന്നെ വെക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടുക്ക് വെച്ചിട്ട് ബാക്കി ഉള്ള തെറ്റി ഞങ്ങളുടെ വീട്ടിലാകെ പടി തെറ്റിയും വെള്ളപ്പൂ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒരു പൂവില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ. പിന്നെ ഞാൻ എൻ്റെ അറ്റത്ത് കുറെ ഇലയൊക്കെ നിരത്തി വെച്ച് എങ്ങനെയെങ്കിലും അത്തക്കൾ ഉണ്ടാക്കി. ഇന്നൊരു വിശേഷമുണ്ട്, ഇന്ന് ഞങ്ങളുടെ തൈക്കോണ്ട ക്ലബിന്റെ ഓണാഘോഷ പരിപാടിയാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോയിരുന്നത് കേട്ടോ. പിള്ളേരൊക്കെ രാവിലെ പോയി, ഞാനൊരു ഉച്ചയായപ്പോഴത്തേക്കാണ് ചെന്നത്. ഇവിടെ എല്ലാ വർഷവും ഉള്ളൊരു ചടങ്ങാണ് കേട്ടോ. സുനിതയാണ് ഇതിന്റെ കോച്ച്. അപ്പൊ സുനിത തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എല്ലാ വർഷവും ഉണ്ട്. നമ്മുടെ ഈ മക്കൾക്ക് എല്ലാം അവള് സദ്യ കൊടുക്കും, അങ്ങനെയൊക്കെ. ഗൗരി അവിടെ ഇരുന്നേ കേട്ടോ. ഗൗരി അവിടെ ഇരുന്നപ്പോ ഗൗരിന് ഇല അവിടെ ഇല്ല, നമ്മുടെ പിള്ളേരെല്ലാം കൂടെ സദ്യ ചെയ്യുന്നത്. ആദ്യമേ കുഞ്ഞു പിള്ളേരെല്ലാം ഇരുത്തിയിരിക്കും കേട്ടോ. പേരൻസ് തന്നെയാണ് വിളമ്പുന്നതും എടുക്കുന്നതും ഒക്കെ. പിന്നെ നമ്മൾ തന്നെയാണ് ഈ ഓരോ കറികളൊക്കെ കൊണ്ടുവരുന്നത്. ഈ പ്രാവശ്യം ഞാൻ ഒരു കറിയും കൊടുത്തില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഒട്ടും വയ്യ, അതുകൊണ്ട് എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അപ്പൊ ഒരു 10-40 പിള്ളേരോ പേരൻസ് എല്ലാം കൂടെ 10-60 പേർക്കുള്ള ഫുഡ് കാണും. അപ്പൊ ഓരോരുത്തരും ഓരോന്ന് കൊണ്ടുവരും. തോരൻ, അവിയൽ ഒരാള്, പച്ചടി ഒരാള്, കിച്ചടി ഒരാള്, അങ്ങനെ 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 പായസം ഒരാള്, അങ്ങനെ ഓരോ സെക്ഷനായിട്ട്. ഞങ്ങളുടെ സുനിത, ഇത് ഞങ്ങളുടെ കലവറാട്ടാ. സുനിത എന്നുണ്ട് പായസോ സാമ്പാറോ ഏതാണ്ടൊക്കെ കോരിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ സുനിതേ കണ്ടാ എന്തോ എന്ന് വിളിക്കട്ടാ. അങ്ങനെ പിന്നെ ഈ കറുത്ത ഷർട്ട് ഇട്ടിരിക്കുന്നത് ജിത്തു സാറാട്ടോ, അവരുടെ ഒരു കോച്ച് തന്നെ. പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ പേരൻസും മറ്റുള്ളവരും ഒക്കെയാണ്. പിന്നെ ആ ഫോണും കൊണ്ട് നടന്നിരുന്നത് എന്റെ ടിന്റുമോളാണ് കേട്ടോ. ടിന്റുമോള് ഫോൺ എടുത്ത് വീഡിയോ എടുക്കാന്നും പറഞ്ഞ് ഇങ്ങനെ പോവുക കേട്ടോ. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന ടിന്റുമോള് കാണുന്നില്ല. അങ്ങനെ ടിന്റുമോള് വീഡിയോ എടുത്ത് പോവുക. ടിന്റുമോളുടെ 2 മക്കളും ഇവിടെ പഠിക്കുന്നുണ്ട്, ടിന്റുമോളും പഠിക്കുന്നുണ്ട്. ടിന്റുമോളെ എല്ലാം ഒക്കെ എടുത്തിട്ടുണ്ട്. ടിന്റുമോളുടെ ഒരു വീഡിയോ അതിനകത്ത് കിടപ്പുണ്ട്. ഞാൻ ഒരു ദിവസം എടുത്തിടണമെന്ന് വിചാരിക്കുന്നുണ്ട്, എടുത്തിട്ടിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ പിള്ളേരൊക്കെ, കുഞ്ഞു പിള്ളേരെയൊക്കെ ആദ്യം എടുത്ത് അതിന്റെ ഇടയ്ക്ക് തന്നെ ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണി അടുത്തേ കൈകൊണ്ട് തിന്നത്തോളം. അങ്ങനെ കുഞ്ഞിപ്പെണ്ണി അടുത്തേ കൈകൊണ്ട് തന്നു. അല്ലുവിന് വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ നാണം വന്ന് എന്നെ കൊക്കറിയൊക്കെ കുത്തുകയാണ്. പിന്നെ എന്റെ പുത്രനുണ്ട്, ഏതനുണ്ട്, പിന്നെ ദേവനൊക്കെ മുരിങ്ങയൊക്കെ ഊറി എടുക്കുകയാണ്. പിന്നെ എല്ലാവരും അങ്ങനെ ഇരുന്ന് ഞങ്ങൾ അങ്ങനെ ഇടയ്ക്കൊക്കെ വിളമ്പിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പേരൻസ് തന്നെ വിളമ്പുന്നതും എടുക്കുന്നതും എല്ലാം പേരൻസ് തന്നെ ഇതെല്ലാം കൊണ്ടുവരുന്നത്. ഇതെല്ലാം നമ്മളൊക്കെ എല്ലാവരും കൂടെ ചേർന്നാണ് ചെയ്യുന്നത്. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ അത്ര അങ്ങോട്ട് പോയില്ല. ഈ വർഷം പക്ഷെ നേരത്തെയാണ് ചെയ്തത്. എല്ലാ വർഷവും ഓണം അടുക്കാറാകുമ്പോഴാണ് ചെയ്യുന്ന. ഈ പ്രാവശ്യം പക്ഷെ നേരത്തെ ആയിരുന്നു ചെയ്തത്. പിന്നെ ഇത് ധനലക്ഷ്മി മാമും സുനിത മാമും ജിത്തു സാറും അവര് 3 പേരും കൂടെ നിന്നൊരു ഫോട്ടോ എടുത്ത്, പിന്നെ ഞാൻ ഇവളമാരെ ഫോട്ടോ എടുക്കാന്നും പറഞ്ഞ് വിളിച്ചു നിർത്തിയ വീഡിയോ എടുക്കാന്നുള്ളമാർക്ക് മനസ്സിലായില്ലേ എന്തുവാണോ എന്തോ നോക്കൂ ഫോട്ടോ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പോസിലൊക്കെ നിന്നെയാ. പക്ഷെ എന്റെ ഉടുപ്പൊക്കെ നനഞ്ഞിരിക്കുന്നെന്നും പറഞ്ഞ് അവൾ ഒതുക്കിയൊക്കെ വെച്ചേ. പക്ഷെ ഞങ്ങൾ എടുത്തില്ല, ഫോട്ടോ അല്ല, ഞാൻ വീഡിയോ എടുത്ത. പിന്നെ അവരൊക്കെ നിന്ന് കഥയൊക്കെ പറഞ്ഞ് കോമ്പറ്റീഷൻ വരുന്ന കഥയൊക്കെ ആയിരിക്കും. കോമ്പറ്റീഷൻ വരുന്നുണ്ട് ഇവർക്ക് കേട്ടോ. അങ്ങനെ പിള്ളേരെല്ലാം കഴിച്ച് ഒരുവിധമൊക്കെ ആയി. ഞങ്ങൾ പായസമൊക്കെ വിളമ്പത്തിട്ട് കിളിക്ക് കാല് വയ്യാത്തതുകൊണ്ട് കിളി അവിടെ കസേരയിട്ട് ഞങ്ങളവിടെ കുത്തിയിരുത്തിയിരിക്കുകയാണ്. കിളി അവിടെ നിന്നുകൊണ്ട് എല്ലാം നോക്കുന്നുണ്ട്, ഒന്നും ചെയ്യാൻ വയ്യ. പിന്നെ ഞങ്ങൾ പേരൻസ് എല്ലാം കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് എല്ലാത്തിനെയും വിളിച്ച് പറക്കിയിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ വീഡിയോ ഒക്കെ പിടിച്ച് അങ്ങനെ വളരെ രസമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. എല്ലാ വർഷവും ഞാൻ ഇത്ര സമയമൊന്നും അവിടെ നിൽക്കാറില്ല, കാരണം എനിക്കിവിടെ നല്ല പണിയുള്ള സമയത്തായിരിക്കും അവിടെ ഈ പരിപാടി നടക്കുന്നത്. അപ്പൊ എനിക്ക് എന്താണ് പരിപാടി എന്നുള്ളത് പിന്നെ ഒരു വലിയ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പം ഈ ഒരു ദിവസം ആയതുകൊണ്ട് കുഞ്ഞി പായസം കൊടുത്തിട്ടേ ഇവിടെ നിന്ന് എണീക്കത്തോളം എന്ന് പറഞ്ഞ് എല്ലാവരും എണീറ്റ് പോയിട്ട് അവിടെ തന്നെ ഇരിക്കും. അവൾക്ക് പായസം കിട്ടിയാലേ അവള് പോത്തോളം എന്ന് പറഞ്ഞു. അടുത്ത സെക്ഷനിലുള്ള വലിയ പിള്ളേരെല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ അവളുമാര് വന്ന് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുവാണ്. അവിടെ നിന്നൊരു എണീറ്റിട്ട് ഗായത്രി പോസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഭയങ്കര പോസിംഗ് ആയിരുന്നു എല്ലാവരും. സുഹ, ഗായത്രി, നവമി, അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും പേരൊന്നും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഗൗരി, അങ്ങനെ എല്ലാവരും ഉണ്ട്. കല്യാണി, പവി, പിന്നെ ആതിര അവിടെ കിടന്നങ്ങ് ജോലി ചെയ്യായിരുന്നു. പാവ അവള് കുനിഞ്ഞ് അവളും ടിന്റുവും കൂടെ കുനിഞ്ഞായിരുന്നു എല്ലാം വിളമ്പി കൊടുത്തോണ്ടിരുന്നത്. പിന്നെ സോനയും ഉണ്ടായിരുന്നു. പിന്നെ അതേ ആ തട്ടമിട്ട കുട്ടിയും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവളുടെ കൂടെ പരിപ്പ് പിടിച്ചു കൊണ്ടു നടന്നു. ഇതൊക്കെ ഓരോ പേരൻസ് ഓരോ പാക്കറ്റിലാക്കിയും കൊടുത്തോട്ട് അതോണക്ക് ഞങ്ങൾ എടുത്തങ്ങ് വിളമ്പോട്ടാ. പിന്നെ അതിനകത്ത് തൂക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ അങ്ങ് വിളമ്പി പോവുക. ഇവളുമാരിങ്ങനെ കുനിഞ്ഞിന്ന് വിളമ്പുന്നതാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ വിളമ്പി കൊടുക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ആരോഗ്യം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഉള്ള കണക്ക് ചെയ്തു. കാരണം ഇനി എന്തെങ്കിലും വന്നാൽ എടുത്ത് വെളിയിൽ കളയുമെന്നാണ് കെട്ടിയവൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ പരിസരത്തോട്ടൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും പങ്കെടുക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവിടെ അങ്ങനെ നിന്ന്. പിള്ളേർ കഴിച്ചു കഴിഞ്ഞിട്ട് കളിച്ചോണ്ടിരിക്കുക കേട്ടോ. പിന്നെ രണ്ടാമത്തെ സെക്ഷൻ ചോറ് വിളമ്പാനൊക്കെ ഉള്ള ബഹളമാണ് കേട്ടോ. അവിടെ ചോറ് എടുത്തോണ്ടോ, സാമ്പാർ എടുത്തോണ്ടോ, പരിപ്പ് എടുത്തോണ്ടോ,
നമ്മുടെ കുഞ്ഞു മക്കളല്ലേ, അവര് സാമ്പാർ വിളമ്പുന്ന സമയത്ത് പറയും പരിപ്പ് മതി, പരിപ്പ് വിളമ്പുന്ന സമയത്ത് പറയും സാമ്പാർ വേണം, മോര് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ. ഗായത്രി സുഖം കൂടെ പോസ് ചെയ്യാട്ടാ. പിന്നെ ഞങ്ങളെല്ലാരും കൂടെയൊക്കെ വിളമ്പിയൊക്കെ കൊടുത്ത് സുനിത പഴമൊക്കെ കൊണ്ട് കൊടുക്കുന്നു, അമ്മയ്ക്ക് പഴം കൊടുക്കുന്നു. അങ്ങനെ ഓരോരുത്തർക്കും വലിയ പച്ചച്ചിങ്ങം പഴമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വിളമ്പിയൊക്കെ ഒരുവിധമൊക്കെ സെറ്റായി, എല്ലാവരും ഒക്കെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് നല്ലൊരു സദ്യയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. പച്ചമോരും കൊണ്ടുപോകുന്നുണ്ട്, മോര് വിളമ്പി ഇച്ചിരി കഴിഞ്ഞതേ ഉള്ള, അയ്യോ സോറി, പരിപ്പ് വിളമ്പി കുറച്ച് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ പച്ചമോര് വേണോന്ന് പറഞ്ഞു വാശി. പിള്ളേരല്ലേ, അവർക്ക് അറിയത്തില്ലല്ലോ സദ്യയുടെ റൂൾസ് ഒന്നും. അതുകൊണ്ട് ആതിരെ പോയി പച്ചമോര് എടുത്തുകൊണ്ട് വന്ന് അവർക്ക് കൊടുത്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് എല്ലാവർക്കും ഒക്കെ വിളമ്പി എല്ലാം കഴിഞ്ഞ് പിള്ളേരെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങളൊക്കെ തറയിൽ ഇരുന്ന് കഴിച്ചു. പിന്നെ ഇതേ പച്ചടി പാത്രമൊക്കെ ഞങ്ങളെടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുവച്ച് വേണമെങ്കിൽ എടുക്കാമല്ലോ, കുറെ സാധനമൊക്കെ അധികം ഉണ്ടായിരുന്നു. ആ സാധനമൊക്കെ എടുത്തോണ്ട് വരണമെന്ന് വിചാരിച്ചു. പക്ഷെ സമയമില്ലെന്നിട്ട് ഞാൻ ഇങ്ങ് പോരുന്നു, ഞാൻ നേരത്തെ ഇങ്ങ് പോരുന്നായിരുന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ നിന്നോളൂ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ച നല്ല സദ്യയായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാ കറികളും നല്ല ടേസ്റ്റ് ആയിരുന്നു. പായസമൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നോളെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അതേടെ ധനലക്ഷ്മി അമ്മ ഒരു കേക്ക് മേടിച്ചോണ്ടായിരുന്നു കേട്ടോ, ഹാപ്പി ഓണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ടു ഓണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കേക്ക് മുറിക്കും കേട്ടോ. ഞങ്ങളുടെ പിള്ളേർ പാടി അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ടു ഓണം, ഓണത്തിന്റെ ബർത്ത്ഡേ എന്നാണ് അവിടുത്തെ കുഞ്ഞു പിള്ളേരെല്ലാം കൂടെ പറഞ്ഞത്. അങ്ങനെ ധനലക്ഷ്മി അമ്മ സുനിതാ മാമും കൂടെ കേക്ക് മുറിച്ചു കേട്ടോ. സുനിതയും ധനലക്ഷ്മി മാമും കൂടെ കേക്ക് മുറിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്ത് പിന്നെ എല്ലാ കുഞ്ഞു മക്കൾക്കും കേക്ക് കൊടുത്തു. പിന്നെ കേക്ക് ഒരു പീസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തന്ത്രപ്പാടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കുള്ളൊരു കാഴ്ച ഒന്ന് കാണുമായിരുന്നു. ഈച്ച മുച്ച് നിൽക്കുന്ന കണക്ക് സുനിതയുടെ 4 ചുറ്റും പിള്ളേരായിരുന്നു. പിന്നെ ഇതിന്റെ കൂടെ വലിയ 2 പിള്ളേരും കൂടെ ഉണ്ടായിരുന്നു. ആ പിള്ളേരുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കിട്ടിയില്ലെന്നും പറഞ്ഞ് ബഹളമായിരുന്നു. പിന്നെ ഞങ്ങളുടെ പേരൻസിന്റെ വക കളികളായിരുന്നു. ആദ്യം കസേര കളിയായിരുന്നു കേട്ടോ. ഞാൻ ഈ പരിസരത്തോട്ടൊന്നും പോയില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ആരോഗ്യം അനുവദിക്കില്ല, ഇനി എന്തെങ്കിലും വന്നാൽ കെട്ടിയോനെടുത്ത് പുറത്ത് കളയും. അതുകൊണ്ട് ആ പരിസരത്തോട്ടേ പോയില്ല. പിന്നെ എല്ലാവരും കൂടെ കളിച്ച് ഓരോരുത്തർ ഔട്ട് ആവാനൊക്കെ തുടങ്ങി. നല്ല രസമായിരുന്നു കേട്ടോ, ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഇവളുമാരെ കളിയാക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത് അവിടെ ഒരു കസേരയിട്ട് പതുക്കെ നോക്കിയിരുന്നു. അങ്ങനെ ആ ഒരു കസേര കളി തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞങ്ങളുടെ മുത്തുമണി ഇങ്ങ് ഔട്ടായി വരും കേട്ടോ. എന്നിട്ട് മുത്തുമണി ഔട്ടായി വന്നു കഴിയുമ്പോൾ മുത്തുമണി പറയുന്നൊരു പറച്ചിലുണ്ട്, എനിക്ക് വയ്യായിരുന്നു, തല കറങ്ങുന്നു, അതുകൊണ്ട് ഔട്ടായത് നന്നായിരുന്നു. ഇപ്പൊ ഓടിക്കൊണ്ടുവരും കേട്ടോ. രക്ഷപ്പെട്ടടി, എനിക്ക് രക്ഷപ്പെട്ടു, എനിക്ക് കളിക്കണ്ടല്ലോ, തല കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ് സന്തോഷത്തിൽ ഓടി വന്ന് എൻ്റെ അടുത്ത് പറയുന്നത് കേട്ടോ. പിന്നെ ബാക്കിയുള്ള കിണ്ണാമണികളെല്ലാം കൂടെ നിന്ന് കളിക്കും കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. അവളുമാർക്ക് തല കറങ്ങും, ഒത്തിരി സമയം ഫുഡും കൂടെ കഴിച്ചിട്ടല്ലേ പെട്ടെന്ന് ഇങ്ങനെ കറങ്ങുമ്പോഴത്തേക്ക് തല കറങ്ങും. അങ്ങനെ ഓരോരുത്തരായിട്ട് ഔട്ടായി അവസാനം ഞങ്ങളുടെ 3 മണികൾ മാത്രമായി കേട്ടോ, 3 പേരും മാത്രം. ആ കറുത്തുടുപ്പിട്ട ആള് പോകുന്ന പോക്ക് കണ്ടോ, ഞങ്ങൾ കീ കൊടുത്തിട്ട് ഓടിച്ചോണ്ടിരിക്കും കേട്ടോ. ഇപ്പൊ കീ കൊടുത്ത് ഓടിച്ചോടിച്ചോടിയെടുത്ത് നിൽക്കും കേട്ടോ. നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു പെർഫോമൻസ് ഉണ്ട്, ഭ്രാന്തെടുത്തൊരു പെർഫോമൻസ്. ഔട്ടായപ്പോ പിള്ളേരെല്ലാം കൂടെ കൂവി നാറ്റി കേട്ടോ. നാണക്കേട് സഹിക്കാൻ വയ്യാതെ പിള്ളേർ ചെയ്തോളിച്ച് പൊക്കോണ്ട എല്ലാം പൊക്കോണ്ട. എന്നിട്ട് ആ നാണക്കേട് സഹിക്കാൻ വയ്യാതെ അവിടെ കയറുന്നത്. ഇതൊക്കെ രസമല്ലേ, എന്നിട്ട് പിള്ളേരുമായിട്ട് അടിപൊളിന്നുണ്ടോ പോയെന്ന്. രസമായിരുന്നു അവള് കേട്ടോ, സീന എന്നാ പേര്. നല്ല രസമുള്ള സംസാരം കേൾക്കാനൊക്കെ. പിന്നെ ഈ 2 എണ്ണം മാത്രമായിരുന്നു. കുറേശ്ശെ കഴിഞ്ഞപ്പോ ആതിര പറയുന്നത്, എനിക്ക് തല ഇറങ്ങുന്നു, ഞാൻ ഇനി കുറച്ചേരം ഇരുന്നിട്ട് കളിക്കാന്ന് പറഞ്ഞ് കയറിയും ഇരുന്ന്. വേണ്ട, പറ്റത്തില്ല, കളിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് കുത്തിയെടുത്ത് വിട്ടത് വീണ്ടും. എന്നിട്ട് കുറച്ച് നേരം നിന്ന് കേട്ടോ കളിച്ചു. ഞാൻ പറഞ്ഞു കുറച്ച് നേരം ഇട്ടാൽ മതി, പട്ട് പിള്ളേർക്ക് തല ഇറങ്ങും. പക്ഷേ സോനയാണ് ജയിച്ചത്. സോന ജയിച്ചതിന് അവിടെ അടിയായിരുന്നു. സോന ജയിച്ച്. അങ്ങനെ സോന ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചപ്പോഴത്തേക്ക് ഞങ്ങളുടെ ശരത് സാർ ഉണ്ടായിരുന്നു കേട്ടോ, തൈക്കോണ്ടയുടെ ജില്ലാ സെക്രട്ടറിയാണ് കൊല്ലം ജില്ലയുടെ. അപ്പൊ ശരത് സാർ താമസിച്ചാട്ടോ വന്നത്. ശരത് സാർ അങ്ങനെ 2 പേർക്കും ട്രോഫിയൊക്കെ കൊടുത്തു. ഈ ട്രോഫിയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എത്ര വയ്യെങ്കിലും കളിക്കാൻ കയറുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞത്. പക്ഷെ ഞാൻ അറിഞ്ഞില്ല ട്രോഫിയൊക്കെ ഉണ്ടെന്ന്. സ്വന്തമായിട്ട് കൈയടിച്ച് സ്വന്തമായിട്ട് ട്രോഫി അടിക്കുന്ന കുട്ടികളെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടോ. പിന്നെ കുഞ്ഞു പിള്ളേരുടെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ കുറേ സമയം ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ സമയമൊന്നും നിന്നില്ല, ഞാൻ കുറച്ച് നേരത്തെ അങ്ങ് പോരുന്നു, കുറേ സമയം നിൽക്കാൻ വയ്യാഞ്ഞതുകൊണ്ട്. വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. സദ്യ കഴിച്ച് ഓണക്കളികളൊക്കെ കളിച്ച് കസേര കളിച്ച് അങ്ങനെ കുറേ കളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കിട്ടേണ്ട സന്തോഷം നമ്മൾ ഓടി തന്നെ കണ്ടുപിടിക്കണം, തേടി തന്നെ കണ്ടുപിടിക്കണം. അപ്പൊ എത്ര